ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം നോക്കാം. സ്മൃതാ ത്വയാപി ചാത്രൈവ മുക്തിരായാതി യാതി ച പുത്രീകൃത്യ ത്വയേമൗ ച പാർശ്വേ സ്വസ്യൈവ രക്ഷിതൗ. നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടിരുന്നു, ആർക്കും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ മുക്തിദേവിയെ തിരികെ വൈകുണ്ഠത്തിലേക്ക് ഭക്തിദേവി പറഞ്ഞയച്ചു എന്ന് കണ്ടിരുന്നു അല്ലെ. ദാസിയായിട്ടുള്ള മുക്തിദേവിയെ തിരികെ വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞയച്ചു എന്ന് നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ നമ്മളൊരു കടയിലാണെങ്കിൽ തന്നെ ആവശ്യക്കാരുള്ള സാധനങ്ങളെ കടയിൽ അവർ വയ്ക്കുകയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഉള്ളിലേക്ക് മാറ്റും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആർക്കും വേണ്ടാത്തത് കൊണ്ട് തന്നെ ദാസിയായിട്ടുള്ള മുക്തിയെ തിരികെ വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞു വിട്ടു എന്ന് കണ്ടിരുന്നു. എന്നാൽ അത് വൈകുണ്ഠത്തിൽ സ്ഥിരമായി വസിക്കുകയാണോ മുക്തി എന്ന് ചോദിച്ചാൽ അല്ലതാനും. അതാണിവിടെ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. എന്താ? സ്മൃത എന്ന് പറഞ്ഞാൽ സ്മരിക്കപ്പെടുമ്പോൾ. ത്വയാപി, അപി, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ത്വയാപി. ത്വയ എന്നാൽ നിന്നാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നാരദ മഹർഷി ഭക്തിദേവിയോട് പറയുന്നത് കൊണ്ട് തന്നെ ഭക്തിദേവിയാൽ സ്മരിക്കപ്പെടുമ്പോൾ, എപ്പോഴൊക്കെയാണോ ഭക്തിദേവി മുക്തിയെ സ്മരിക്കുന്നത് അപ്പോഴൊക്കെ ചാത്രൈവ, അത്ര ഏവ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ചാത്രൈവ. അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ, ഏവ എന്ന് പറഞ്ഞാൽ തന്നെ, അങ്ങനെ തന്നെ. അപ്പോൾ ഇവിടെ തന്നെ, ചാത്രൈവ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ, ഇവിടെ തന്നെ എന്ന് പറയാൻ കാരണം ഇപ്പോൾ വൃന്ദാവനത്തിലാണ് രണ്ടുപേരും നിൽക്കുന്നത് അല്ലേ, നാരദ മഹർഷിയും ഭക്തിദേവിയും. അപ്പോൾ ഈ ഭൂമിയിൽ തന്നെ മുക്തിരായാതി, മുക്തിഹി ആയാതി, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് മുക്തിരായാതി. മുക്തിഹി എന്ന് പറഞ്ഞാൽ മുക്തി തന്നെ, ഭക്തിദേവിയുടെ ദാസിയായിട്ടുള്ള മുക്തി. ആയാതി, ആയാതി എന്നാൽ വരികയും, യാതിച്ച പോവുകയും. അപ്പോൾ എപ്പോഴൊക്കെയാണോ ഭക്തിദേവിയാൽ സ്മരിക്കപ്പെടുന്നത് അപ്പോഴൊക്കെ മുക്തി ഈ ഭൂമിയിലേക്ക്, ഇവിടേക്ക് തന്നെ തിരികെ വരികയും പോവുകയും വീണ്ടും തിരികെ വൈകുണ്ഠത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഭക്തിദേവിയെ ആശ്രയിക്കുന്നവരെ, ഭക്തിയുടെ മാർഗത്തിലൂടെ ഏറ്റവും നിഷ്കളങ്കമായി നിർമ്മലമായി സഞ്ചരിക്കുന്നത് ആരൊക്കെയാണെന്ന്, അല്ലെങ്കിൽ യാതൊരു മോഹവും കൂടാതെ, യാതൊരു ലാഭേച്ഛയും കൂടാതെ ഭക്തിയെ ഉപാസിക്കുന്ന, അല്ലെങ്കിൽ ഭക്തിയിലൂടെ ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക്, ഭഗവാനെ യാതൊന്നും കാക്ഷിക്കാതെ ഭഗവത്പാദ ചെയ്യുന്നവർക്ക്, ഭഗവത് ഭക്തരുടെ സേവ ചെയ്യുന്നവർക്ക്, അവർക്ക് മുക്തിയിലേക്ക് എത്താനുള്ള ആ ഒരു പക്വത, പരിപാകം വന്നു കഴിയുമ്പോൾ ഭക്തിദേവി ഇവിടെ ഇരുന്ന മുക്തിയെ സ്മരിക്കുകയും ആ സമയത്ത് മുക്തി ഭൂമിയിലേക്ക് വരികയും, യാതൊരു ജീവനായിരുന്നോ ഭഗവാനിങ്കലേക്ക് എത്തേണ്ടത് അതിനെ ഭഗവാനിങ്കലേക്ക് എത്തിക്കുകയും പിന്നീട് വീണ്ടും തിരികെ പോവുകയും ചെയ്യുന്നു. കാരണം അതെപ്പോഴും ഇവിടെ സംഭവിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ആ മുക്താവസ്ഥയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ മുക്തിദേവി എപ്പോഴും ഭൂമിയിൽ നിലകൊള്ളുന്നില്ല. അത് ആ സമയത്തേക്ക് വരികയാണ്, അതും ഭക്തിദേവി സ്മരിക്കുന്ന. അപ്പോൾ ഇതിനൊക്കെ ലെവൽ നിശ്ചയിക്കുന്നത്, ആരൊക്കെ ആ തലത്തിലേക്ക് എത്തിയെന്ന് നിശ്ചയിക്കുന്നത് ഭക്തിദേവിയാണ്. ഭക്തിദേവിക്ക് അറിയാം ആർക്കൊക്കെയാണ് ആഗ്രഹിച്ചുകൊണ്ട്, എന്തെങ്കിലും തിരികെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിക്കുന്നത് അല്ലെങ്കിൽ ഭഗവാനെ പൂജിക്കുന്നത് എന്നറിയാം. അതുകൊണ്ട് അങ്ങനെ ആ ഒരു ആഗ്രഹങ്ങളുടെ മോഹങ്ങളുടെ എല്ലാം തലം വിട്ടുകഴിഞ്ഞ് യാതൊന്നിനും വേണ്ടിയിട്ടല്ലാതെ ഭഗവാനെ സേവ ചെയ്യുന്നവരെ ഭഗവാനിങ്കലേക്ക് എത്തിക്കുക എന്നത് ഭക്തിദേവിയുടെ ഒരു പ്രവർത്തന രീതിയാണ്. അതാണ് കർമ്മരീതി ഭക്തിദേവിയുടെ. ആ സമയത്ത്
മുക്തിയെ സ്മരിക്കുകയും മുക്തിദേവി ഭൂമിയിലേക്ക് വന്നിട്ട് അങ്ങനെയുള്ള ഭക്തരെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിന്നെയോ പുത്രീകൃത്യ, ഇപ്പോൾ ഭക്തിദേവിയുടെ കൂടെയുള്ള ഭക്തിദേവിയോട് ചേർന്ന് നിൽക്കുന്ന 3 പേരുടെ കാര്യമായിരുന്നു നാരദ മഹർഷി പറഞ്ഞത്. ദാസിയായിട്ടുള്ള മുക്തിയും പുത്രന്മാരായിട്ടുള്ള ഈ ജ്ഞാനവൈരാഗ്യങ്ങളും. ഇനിയും പുത്രന്മാരുടെ കാര്യം എങ്ങനെയാണ് എന്നാണ് ഭക്തിദേവിയോട് പറഞ്ഞു കൊടുക്കുന്നത്. പുത്രീകൃത്യ എന്ന് പറഞ്ഞാൽ പുത്രന്മാരാക്കപ്പെട്ടിട്ട്, അഥവാ തൻ്റെ പുത്രഭാവത്തിലേക്ക് ഇരുത്തിയിരിക്കുന്ന, പുത്രഭാവത്തിൽ കാണുന്ന ത്വയേമൗ, ത്വയാ ഇമൗ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ത്വയേമൗ. ത്വയ എന്ന് പറഞ്ഞാൽ നിന്നാൽ, ഇമൗ എന്ന് പറഞ്ഞാൽ നമ്മൾ ദ്വിവചനത്തെ 2നെ കാണിക്കുന്നതാണ് പൊതുവെ ഔ മാത്രം വരുന്നത്. അപ്പോൾ ഇമൗ എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും. അപ്പോൾ പറയുകയാണ് നിന്നാൽ പുത്രന്മാരാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പുത്രഭാവത്തിൽ നിന്നോട് ചേർന്ന് വസിക്കുന്ന ഇവർ 2 പേരും. ഇവിടെ പാർശ്വേ എന്ന് പറഞ്ഞാൽ നിന്റെ സമീപത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭക്തിദേവിയുടെ 2 വശങ്ങളിലായിട്ടാണ് ഈ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാർ തളർന്നു കിടക്കുകയാണ്, അല്ലെ, അവർക്ക് ക്ഷയം സംഭവിച്ച് കിടക്കുകയാണ്. ഇനി ആ പുത്രന്മാരുടെ കാര്യം, അപ്പോൾ എപ്പോഴും കൂടെയുള്ളത് ഈ 2 പുത്രന്മാരാണ്, ജ്ഞാനവും വൈരാഗ്യവും. അങ്ങനെയുള്ള ദേവി അങ്ങയുടെ അവിടുത്തെ സാമീപ്യത്തിൽ തന്നെ സദാ നിലകൊള്ളുന്ന പുത്രഭാവത്തിൽ കഴിയുന്ന ഇവർ 2 പേരും സ്വസ്യ ഏവ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് സ്വസ്യൈവ. സ്വസ്യ എന്ന് പറഞ്ഞാൽ നിന്റെ, ഏവ എന്നാൽ തന്നെ, രക്ഷിതൗ രക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ് ഭക്തിദേവിയുടെ ദാസിയായിട്ടുള്ള മുക്തിദേവി ഇടയ്ക്കിടെ വൈകുണ്ഠത്തിലേക്ക് പോവുകയും വരികയും ഈ ഭൂമിയിൽ സ്ഥിരമായി നിലകൊള്ളുന്നില്ല, വരികയും പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദേവി അവിടുന്നാൽ പുത്രരാക്കപ്പെട്ടിട്ടുള്ള ഇവർ 2 പേരും ഈ ജ്ഞാനവും വൈരാഗ്യവും സദാ നിന്നാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മുക്തി ക്ഷീണിതയായി എന്ന് പറഞ്ഞില്ല, ആവശ്യക്കാരില്ലാതെ വന്നപ്പോൾ, മുക്തിയെ ആവശ്യമില്ലാത്ത ഒരു ജനതയുടെ അല്ലെങ്കിൽ ചരാചരങ്ങളുടെ ഒരു യുഗം വന്നപ്പോൾ, ഈ കലിയുഗത്തിൽ മുക്തിയെ ദാഹിക്കുന്ന, മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ മുക്തി ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ മുക്തിദേവി സ്ഥിരമായി ഭൂമിയിൽ നിൽക്കാതെ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഭക്തിദേവി സ്മരിക്കുമ്പോൾ മാത്രം വരുന്നു. പക്ഷേ ജ്ഞാനവൈരാഗ്യങ്ങളെ ദേവി അവിടുന്ന് കൈവിട്ടിട്ടില്ല. അവരെ എന്നും പുത്രഭാവത്തിൽ തന്നോട് ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുക തന്നെ ചെയ്യുന്നു. അഥവാ നിന്നാൽ ദേവിയാൽ, ഭക്തിദേവിയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അവരെ കൈവിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഓരോരുത്തർക്ക് ഈ ഭക്തിയുടെ മാർഗത്തിൽ പ്രത്യേകിച്ചും ഫലേച്ഛ കൂടാതെ ഭഗവാനെ സേവ ചെയ്യുന്ന ശരിയായ ഭക്തന്മാരുടെ ഇടയിലേക്ക് നമ്മൾ നോക്കിയാൽ, അവരുടെ ആ ഒരു ഉള്ളിലേക്ക് നോക്കിയാൽ അവിടെ കാണുന്നത് ഭഗവാനെ മാത്രം കാക്ഷിക്കുന്നവരാണ്. ആ ഭഗവാനെ കാക്ഷിക്കാൻ കാരണം നമുക്കൊരു വസ്തു വേണമെന്ന് തോന്നുന്ന അതിൻ്റെ ഗുണത്തെക്കുറിച്ച് അറിയുമ്പോഴാണ്, അല്ലേ? അതിൻ്റെ ഗുണവും ദോഷവും ഒരുപോലെ നമ്മൾ കണക്കാക്കുമ്പോൾ ദോഷങ്ങൾ കുറവും ഗുണങ്ങൾ കൂടുതലുമാണെങ്കിൽ നമ്മൾ പലപ്പോഴും ആ ഗുണം കൂടിയതെടുക്കുന്നത് പോലെ, അല്ല, ഇന്നത്തെ ഈ ഒരു കാലത്തിൽ നമുക്കറിയാം എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളുടെ പിന്നാലെ പായുന്ന ഒരു കാലമാണ്. അതായത് ഒരു സാധനത്തിന്, അത് എന്തുമായിക്കോട്ടെ, അതിന് ഗുണം കൂടുതലും ദോഷങ്ങൾ കുറവുമാണെങ്കിൽ അതിൻ്റെ മൂല്യം എപ്പോഴും ഉയർന്നു നിൽക്കും, അതിന് വേണ്ട ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും എന്ന് പറയുന്നത് പോലെ ഇവിടെ ഭഗവാനെക്കുറിച്ച്, അപ്പോൾ ഈ ഒരു അറിവ് നമുക്ക് ആവശ്യമാണ്. ഏതൊരു സാധനം വാങ്ങുന്നതിന് മുൻപും അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ അറിവ് നമ്മൾ നേടുന്നത് പോലെ ഭഗവാനെ കാക്ഷിക്കുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഭഗവാന്റെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടുമ്പോൾ മനസ്സിലാകും ഭഗവാൻ എന്ന് പറയുന്നത്. നമ്മൾ നാരായണീയത്തിൽ പാലാഴി മഥന സമയത്ത്
ലക്ഷ്മി ദേവി വരുന്ന ആ ഒരു ഭാഗം പറയുമ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് വിമുക്ത ദോഷലേശയിൽ ഒട്ടും തന്നെയും ദോഷങ്ങളില്ലാത്തതായി കണ്ടത് ഭഗവാനെ മാത്രമായിരുന്നു ലക്ഷ്മി ദേവി എന്ന് പറയുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു രംഗമാണത്. അപ്പോൾ ഇവിടെ ഭഗവാനെക്കുറിച്ചുള്ള അറിവ് നേടിക്കഴിഞ്ഞെങ്കിൽ ഭഗവാന്റെ മഹാത്മ്യങ്ങൾ മാത്രമേയുള്ളൂ. ദോഷം ലേശം പോലും ഇല്ലാത്ത വിമുക്ത ദോഷലേശ, അതാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയുമ്പോൾ, ആ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം നമുക്ക് മുൻപിൽ കൊണ്ടുവച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അമ്പലപ്പുഴയിലെ പാൽപ്പായസം നമുക്കൊക്കെ അറിയാം. ഭഗവാന്റെ കണ്ണൻ്റെ പാൽപ്പായസം വളരെ പ്രസിദ്ധമാണ്. അത് മുൻപിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ചോക്ലേറ്റോ വല്ലതും സൈഡിൽ കൊണ്ടുവച്ചാൽ നമ്മൾ ഉറപ്പായും എടുക്കുക അമ്പലപ്പുഴ പാൽപ്പായസമാണല്ലേ, ഭഗവാന്റെ, അതും ഇത്രയേറെ സ്വാദുള്ള ഒരു സാധനം. അപ്പോൾ ഇതുപോലെ ഭഗവാന്റെ മഹാത്മ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അതുവരെ നമ്മൾ മറ്റെന്തിനൊക്കെയോ മൂല്യം കൽപ്പിച്ചിരുന്നുവോ അതൊക്കെ ഇതിൻ്റെ മുൻപിൽ നിസ്സാരമാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൽ നിന്നും മനസ്സ് വേർപെട്ടു വരും. അഥവാ അതിനെക്കുറിച്ച് മനസ്സിൽ മൂല്യം കൽപ്പിക്കുകയും അതിനോടുണ്ടായിരുന്ന ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു മമത അത് താനേ കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ ഭഗവാന്റെ മഹാത്മ്യം നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ അറിവ് നേടിക്കഴിയുന്ന ഒരാളിൽ ഈ ഭൗതിക പ്രപഞ്ചത്തിലെ മറ്റുള്ളതിനോടൊക്കെയുള്ള ഒരു സംഘം ഇല്ലാതെയാവും. ആ ആൾ സ്വാഭാവികമായി തന്നെ വിരക്താവസ്ഥയിലേക്ക് വരും. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾ നേടി ഭഗവാനെ മാത്രം കാക്ഷിക്കുന്ന ഒരാളിനെ മുക്തിപഥത്തിലേക്ക് എത്തിക്കുന്നത് ഭക്തിദേവിയാണ്. ഭക്തിദേവിക്ക് അപ്പോൾ മനസ്സിലാവും ഈ ആളിന് മറ്റൊന്നും തന്നെയും വേണ്ട. നമുക്കറിയാം, ഗോപസ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ അവിടെ ഭാഗവതത്തിൽ നമുക്ക് കാണാം, അവിടെ പറയുന്നുണ്ട്, അവിടെ ഗോപസ്ത്രീകളെ വർണ്ണിക്കുമ്പം അവിടെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് അശുൽക്കദാസികൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഭഗവാന്റെ ആ ഒരു ലീല, ഗോപസ്ത്രീകളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു രാസലീലയും മറ്റും വർണ്ണിക്കുമ്പോൾ പറയുന്നുണ്ട്, അശുൽക്കദാസികളായിട്ടുള്ള ഞങ്ങളെ, മറ്റൊന്നും കാക്ഷിക്കാത്ത, ഞങ്ങൾക്ക് ഒന്നിനോടും ആഗ്രഹമില്ല, അങ്ങനെയുള്ള ഞങ്ങളെ ഉപേക്ഷിച്ചു പോകരുതേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്ന ഗോപസ്ത്രീകളെ കാണാം. അപ്പോൾ ഇവിടെ ഒന്നും ആഗ്രഹിക്കാതെ ഗോപസ്ത്രീകളെ പോലെ ഭഗവാനെ മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുന്ന ഒരു ഭക്തൻ, ആ ഭക്തനെ മുക്താവസ്ഥയിലേക്ക് എളുപ്പം തന്നെ ഭക്തിദേവി എത്തിക്കുന്നു. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളില്ലാതെ ഈ ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമുക്ക് ശരിയായ അറിവ് കിട്ടാതെ നമുക്ക് ഈ ഒരു വിരക്താവസ്ഥ ഉണ്ടാവുകയില്ല. അപ്പോൾ ജ്ഞാനവും വൈരാഗ്യവും, അതുകൊണ്ട് തന്നെ ഭക്തിദേവി അങ്ങനെ പുത്രഭാവത്തിൽ കൂടെ കൊണ്ട് നടന്ന് സദാ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഭക്തർക്ക് എപ്പോഴാണോ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ കാലമാകുന്ന പരിപക്വത നേടുന്നത്, അപ്പോൾ മുക്തിദേവിയെ സ്മരിച്ച് മുക്തിദേവിയെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. സ്മൃതാത്വയാപി ചാത്രൈവ മുക്തിരായാതി യാതി ച പുത്രീകൃത്യ ത്വയേമൗ ച പാർശ്വേ സ്വസ്യൈവ രക്ഷിതൗ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ പാദത്തിൽ സ്മൃതാ ത്വയാപി ചാത്രൈവ, ചാ അത്രൈവ ആണ്, അത്രൈവ ആണ്, ചാത്രൈവ അവിടെ ഒരു അകാരം. അതേപോലെ മുക്തിരായാതി, മുക്തി ആയാതിയാണ്, രായ്ക്ക് ആകാരം നീട്ടിയെടുക്കുക, മുക്തിരായാതി. പിന്നെ അടുത്തത് ഇത് ഇത്രയും കാര്യങ്ങൾ ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്ന വാക്കുകൾ തന്നെയാണ്. ഇനി നമുക്ക് ആ ശ്ലോകത്തിൻ്റെ അന്വയക്രമത്തിലുള്ള പദവിന്യാസവും കൂടി നോക്കാം.
ത്വയാ സ്മൃത മുക്തി അത്ര ഏവ ആയാതി ച യാതി ച ത്വയാ ഇമൗ പുത്രീകൃത്യ സ്വസ്യ പാർശ്വേ ഏവ രക്ഷിതൗ. ഒന്നുകൂടി പറയാം. ത്വയാ സ്മൃത മുക്തി അത്ര ഏവ ആയാതി ച യാതി ച ത്വയാ ഇമൗ പുത്രീകൃത്യ സ്വസ്യ പാർശ്വേ ഏവ രക്ഷിതൗ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് അനുസ്മരിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.